ലോകമൊറ്റുനോക്കിയ ഒരു പടുകൂറ്റൻ സൈനിക പരേഡ് ഇന്ന് ചൈനയിൽ നടന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയസ്മരണയിൽ നടത്തിയ പരേഡ് ചൈനയുടെ സൈനിക ശേഷിയുടെ വിളംബരമായി. അമേരിക്കയ്ക്ക് പരോക്ഷ മുന്നറിയിപ്പ് നൽകാനും ചൈനീസ് പ്രസിഡന്റ് മറന്നില്ല. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇന്ന് ചൈനയിലേക്കായിരുന്നു. 28 രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുത്തെങ്കിലും ക്യാമറ കണ്ണുകൾ ആ 3 നേതാക്കളിലേക്ക് ഒതുങ്ങി. ഷീ ജിൻപിങ്, കിം ജോങ് ഉൻ, വ്ളാഡിമിർ പുടിൻ. ലോകത്തെ ശക്തരായ ഈ നേതാക്കൾ ഒരു വേദിയിൽ ഒരുമിക്കുന്നത് ഇതാദ്യമെന്ന പ്രത്യേകതയും. വിമാനയാത്ര ഒഴിവാക്കി പ്രത്യേക തീവണ്ടിയിൽ അതിർത്തി കടന്നെത്തിയ കിം ജോങ് ഉന്നിന് ഊഷ്മള സ്വീകരണം നൽകിയ ചൈന അമേരിക്കയ്ക്ക് ചില സൂചനകളും നൽകി. ദീർഘമായ പ്രസംഗം നടത്താതെ തങ്ങളെ കീഴടക്കാൻ ലോകത്തെ ഒരു ശക്തിക്കും ആവില്ലെന്ന് ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞ ഷീ ജിൻപിങ്ങിന്റെ വാക്കുകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ തോൽപ്പിച്ചതിന്റെ വാർഷികം ചൈനയുടെ സൈനിക ശക്തി വിളംബരമായി. അടുത്തിടെ നേടിയെടുത്ത അത്യന്താധുനിക ആയുധങ്ങളടക്കം പ്രദർശിപ്പിച്ചു. 10,000 സൈനികർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഞായറാഴ്ച രാത്രിയുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കവിഞ്ഞു. 3000-ലേറെ പേർക്ക് പരിക്കേറ്റുണ്ടെന്നാണ് വിവരം. തടിയും ചെളിയും കൊണ്ടുണ്ടാക്കിയ ദുർബലമായ വീടുകളും ഭൂകമ്പ നേരത്ത് ആളുകൾ ഉറക്കത്തിലായിരുന്നു എന്നതും മരണസംഖ്യ ഉയരാൻ കാരണമായി. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ചൊവ്വാഴ്ച 5.2 തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി. ജലാലാബാദിന് 27 കിലോമീറ്റർ വടക്ക് കിഴക്കായി 8 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുന്, വലിയ ദുരന്തമുഖത്താണ് അഫ്ഗാൻ. ലോകരാജ്യങ്ങളിൽ നിന്ന് സഹായങ്ങൾ പ്രവഹിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും പല കാര്യങ്ങളും പ്രതിസന്ധിയിലാണല്ലോ അല്ലേ? രജിത്ത്, അങ്ങനെ തന്നെയാണ് കാര്യം. കാരണം ഹിന്ദ്കുഷ് പർവ്വതനിരയിലെ പാക് അതിർത്തിയോട് ചേർന്നിട്ടുള്ള മേഖലയിലായിരുന്നു ഇത്തരത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത്. ഞായറാഴ്ചയായിരുന്നു റിക്ടർ സ്കെയിൽ 6.1 രേഖപ്പെടുത്തിയ ആദ്യ ഭൂകമ്പം ഉണ്ടാകുന്നത്. അതിൽ നിരവധി പേർ, അതായത് ഈ മേഖല എന്ന് പറയുന്നത് ഒരു വനാതിർത്തിയോട് ചേർന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ഒപ്പം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. ഒപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായതുകൊണ്ട് തന്നെ ഈ തടി കൊണ്ടുമൊക്കെ തയ്യാറാക്കിയിട്ടുള്ള വീടുകളിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് വീടുകൾ പൊടുന്നതിനെ തകരുകയും ചെയ്തു. ഒപ്പം തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകൾ ഉറങ്ങിക്കിടന്നതും വലിയ രീതിയിൽ ഈ മരണസംഖ്യ ഉയരാൻ ഇടയാക്കി എന്നുള്ളത് തന്നെയാണ്. 1500 ഇപ്പോൾ കടന്നിരിക്കുന്നു മരണസംഖ്യ എന്നുള്ളത് തന്നെയാണ്. 2022-ലും 2023-ലും സമാനമായ രീതിയിലുള്ള ഭൂകമ്പം ഇത്തരത്തിൽ അഫ്ഗാൻ ജനതയെ പിടിച്ചുകുലുക്കിയതാണ്. അതിനുശേഷമാണ് വീണ്ടും വലിയൊരു ദുരന്തം അഫ്ഗാൻ ജനതയെ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം വെല്ലുവിളിയായി ദുഷ്കരമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി വീണ്ടും ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 7 കിലോമീറ്റർ അകലെയായി മറ്റൊരു ഭൂകമ്പം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. 5.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂചലനത്തോടെ വീണ്ടും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. വീണ്ടും വലിയ രീതിയിലുള്ള നാശനഷ്ടം അഫ്ഗാന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായും കുനാർ, നങ്കർഘർ പ്രവിശ്യകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ഈ രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് എങ്കിൽ പോലും തന്നെ കനത്ത മഴയും ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തെ വലിയ വെല്ലുവിളിയായി ബാധിക്കുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് ഇപ്പോഴും പലയിടങ്ങളിലേക്കും ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. നിരവധി പേർ ഈ കല്ലിലും മണ്ണിലും ഒക്കെ അടിയിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട്. അതിനിടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളോട് അഫ്ഗാൻ ജനത സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. തങ്ങളെ സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയുടെ ഭാഗമായി ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭൂകമ്പം ഉണ്ടായതിന് ആ നിമിഷം തന്നെ ഇത്തരത്തിൽ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യക്ക് പുറമെ ചൈനയും സമാനമായ രീതിയിൽ സഹായ വാഗ്ദാനമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രക്കുകളിൽ അല്ലെങ്കിൽ നിരവധി ടൺ
ഭക്ഷ്യവസ്തുക്കൾ അഫ്ഗാനിസ്ഥാനിലേക്ക് അയക്കാനുള്ളൊരു തീരുമാനമുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി 15 ടൺ ഭക്ഷ്യവസ്തുക്കളും അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ 1000 ടെന്റുകൾ അയച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചൈനയുടെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിലുള്ള സഹായങ്ങൾ അഫ്ഗാനിസ്ഥാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാൻ സാഹചര്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അഫ്ഗാന്റെ ഭരണകൂടം അറിയിക്കുന്നത്, താലിബാൻ വ്യക്തമാക്കുന്നത്. ശരി മിഥുൻ. സുഡാനിൽ ഉരുൾപൊട്ടലിൽ 1000-ലധികം പേർ മരിച്ചു. വടക്കൻ സുഡാനിലെ ദർഫർ മേഖലയിലെ ഒരു ഗ്രാമം പൂർണ്ണമായും ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ ഗ്രാമം. മിഥുനുണ്ട്. മിഥുന്, സുഡാനും സമാനമായ പ്രകൃതിക്ഷോഭത്തിൻ്റെ പ്രതിസന്ധിയിലാണ്. 1000-ലധികം പേർ മരിച്ചു എന്നാണ് വിവരം. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? രജിത്ത്, ഈ സുഡാനെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 വർഷമായി അവിടെ ആഭ്യന്തര യുദ്ധം പുറപ്പെട്ടിട്ട് 2-3 വർഷമായി അത്തരത്തിൽ നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുകയും ഒപ്പം തന്നെ നിരവധി പേർ പട്ടിണി മൂലം മരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം സുഡാനെ സംബന്ധിച്ചുണ്ടായിരുന്നു. നിരവധി പേർ അവർ താമസിച്ചിരുന്ന സ്ഥലത്തു നിന്നൊക്കെ പലായനം ചെയ്തു പോവുകയും ചെയ്തു. അങ്ങനെ പലായനം ചെയ്ത് ഈ ദർഫർ മേഖലയിലെ ഒരു തർസീൻ എന്ന ഗ്രാമത്തിലായിരുന്നു ഇവർ എത്തിയിരുന്നത്. ഏകദേശം 1000-ലധികം പേർ താമസിച്ചിരുന്ന തർസീൻ ഗ്രാമത്തിലാണ് ഇപ്പോൾ ഈ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ സമീപപ്രദേശത്തുള്ള ഗ്രാമത്തിലൊക്കെ നിരവധി ആളുകളുണ്ട്. അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് ഇപ്പോഴും അറിയാൻ സാധിച്ചില്ല. പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് തർസീൻ ഗ്രാമത്തിലെ ഒരാൾ മാത്രമാണ് അവിടെ അവശേഷിച്ചിരിക്കുന്നത്, ജീവനോടെ അവശേഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഗ്രാമം അപ്പാടെ ഒലിച്ചു പോകുന്നൊരു സ്ഥിതിവിശേഷം. അത്രത്തോളം വലിയ ദുരന്തമാണ് അവിടുത്തെ ജനതയെ തേടിയെത്തിയത്. കാരണം കഴിഞ്ഞ 2-3 വർഷമായി അവർ നേരിടുന്ന ആ ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു ദുരന്തം കൂടി, പ്രകൃതി ദുരന്തം കൂടി അവർക്ക് വിനയായി വരുന്നു എന്നുള്ളത് തന്നെയാണ്, വലിയ രീതിയിൽ പ്രതികൂലമായി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആയിരക്കണക്കിന് പേരാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. മറ്റ് ഇടങ്ങളിലേക്ക്, ഈ ദർഫർ മേഖലയിൽ 5 മുതൽ 8 വരെ ഗ്രാമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ മലയോര മേഖലയാണ്, ഒപ്പം തന്നെ വനാതിർത്തിയാണ്. അവിടേക്കൊക്കെ കടന്നു ചെല്ലാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. മറ്റ് ഗ്രാമങ്ങളിലെ ഉള്ളവർക്ക് ആ മേഖലകളിലും മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ അവിടെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്കേറ്റുണ്ടോ, അല്ലെങ്കിൽ അവിടെ അവരെല്ലാം സുരക്ഷിതരായിരിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആ മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ ഇരുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ അവിടുത്തെ ഭരണം കൈയാളുന്ന പാർട്ടിക്ക് ഇപ്പോഴും ലിബറേഷൻ ആർമിക്ക്, അവിടേക്ക് സുഡാൻ ലിബറേഷൻ ആർമിക്ക് ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ രക്ഷാപ്രവർത്തനം കാര്യമായ രീതിയിൽ കാര്യക്ഷമതയോടുകൂടി ഊർജിതമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വെല്ലുവിളി. മറ്റൊന്ന്, ശക്തമായ മഴയുണ്ട്. ഇതിനു മുമ്പും 6 ദിവസം കനത്ത രീതിയിൽ, അതായത് സുഡാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ മഴയായിരുന്നു ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവുകയും ചെയ്ത് അതിനെ തുടർന്നാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോഴും കനത്ത മഴ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 1000-ലധികം പേർ മരണപ്പെട്ടു എന്നുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് സുഡാനിൽ നിന്ന് പുറത്തു വരുന്നത്. ശരി മിഥുൻ. പാകിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനം ഉണ്ടായി. 11 പേർ. തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ കൊറ്റയിലാണ് ഇന്നലെ സ്ഫോടനം സംഭവിച്ചത്. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ പരിപാടിക്കിടയിലായിരുന്നു സംഭവം ഉണ്ടായത്. മിഥുന്, ചാവേർ ആക്രമണം എന്ന് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരം. ഈ 3 സ്ഫോടനങ്ങൾ രഞ്ജിത്ത് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്റെ വിവിധ ഇടങ്ങളിൽ. കൊറ്റയിലും ഒപ്പം തന്നെ ബലൂചിസ്ഥാനിലും 2 സ്ഫോടനങ്ങളും ഒപ്പം തന്നെ ഖൈബർ പഖ്തൂണിലും മറ്റൊരു സ്ഫോടനവും ഉണ്ടായി. ഇതിൽ 3ഇടത്തും ഇത്തരത്തിൽ ഈ വാഹനത്തിൽ സ്ഫോടന വസ്തുക്കൾ നിറച്ച വാഹനവുമായി വന്ന് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ബലൂചിസ്ഥാൻ ആർമിയുടെ പരിപാടി ഇന്നലെ വൈകിട്ട് നടക്കുന്നതിനിടയിലാണ് ആദ്യ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സമയത്ത് അവിടുത്തെ നേതാക്കളൊക്കെ പങ്കെടുത്ത് അവരുടെ പ്രസംഗം പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകുന്നതിനിടയിലാണ്, തൊട്ടു പിന്നാലെയാണ് ഈ പരിപാടി നടന്ന വേദിയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയും സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തത്. അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ തൊട്ട് ഖൈബർ പഖ്തൂണിൽ ഒരു സൈനിക വാഹനത്തിന് നേരെ ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. സൈനിക വ്യൂഹത്തിന് നേരെ ഇതേ രീതിയിൽ തന്നെ, സമാനമായ രീതിയിൽ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം വന്ന് ഇടിച്ചു കയറിയായിരുന്നു. അതിൽ 6 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ബലൂചിസ്ഥാൻ മേഖലയിലാണ്. അവിടെ ഇതേ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അങ്ങനെ 25 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഏകദേശം 50-ലധികം പേർക്ക് പരിക്കേറ്റുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളതൊരു വ്യക്തതയില്ല. ആരും തന്നെ ഇത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാനിൽ ആഭ്യന്തര കലഹം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്ന സാഹചര്യമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിലും വലിയ രീതിയിൽ ആഭ്യന്തര കലഹം അവിടെ രൂക്ഷമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും സ്ഫോടനമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഏകദേശം 780
152ഓളം പേർ ഖൈബർ പഖ്തൂണിൽ മാത്രം ഈ സ്ഫോടന പരമ്പരയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൊറ്റ മേഖലയിലും സമാനമായ സാഹചര്യമാണ്. 500-ലധികം പേർ സ്ഫോടനത്തിലൂടെ കൊല്ലപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ പാകിസ്ഥാനിലെ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ഏകദേശം 25ഓളം പേർ ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ശരി, മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.